കൊല്ലം പോരുവഴിയിലാണ്. പോരുവഴി ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന രണ്ടുപേർ. അത് പ്രത്യേകതയുള്ളതാണ്. ഒന്ന് നിഖിലും രേഷ്മയും. എന്താണ് ഇവരുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നിഖിലിന്റെ ഭാര്യയാണ് രേഷ്മ. നിഖിൽ ജയിച്ച വാർഡിലാണ് രേഷ്മ ഇപ്പോൾ സ്ഥാനാർത്ഥിയായെത്തുന്നത് അല്ലേ? ഇപ്പൊ സ്ഥാനാർത്ഥിയായി. ഹസ്ബൻഡ് സന്തോഷം തോന്നുന്നു ഒരുപാട്. ഹസ്ബൻഡ് മുൻ വർഷം ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്നു, വാർഡ് മെമ്പറായിരുന്നു. എത്തുമ്പോൾ ആൾക്കാർ പരാതി എന്ന് പറയുന്നത് ഏതോ എന്താണ്? എല്ലാവർക്കും നല്ല പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഇതേ പഞ്ചായത്തില് ഇതേ വാർഡിൽ തന്നെ മെമ്പറായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടിപ്പം 1.5 വർഷമായി. അപ്പോൾ കുറെ കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറെ പ്രവർത്തനങ്ങൾ കണ്ടും കേട്ടും അപ്പൊ അതിനോട് നമുക്കൊരു താല്പര്യം തോന്നി. നേരത്തെ രാഷ്ട്രീയത്തിലൊക്കെ സജീവമായിരുന്നു. സജീവമായി കോളേജ് പഠിക്കുന്ന സമയത്ത് പിന്നെ നമ്മളൊരു പാർട്ടി വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ. നിഖില് 8ാം വാർഡിൽ, അതായത് ഈ വാർഡിൽ നിന്നാണ് മത്സരിച്ച് എന്ത് ചെയ്യുന്നത്, മെമ്പർ ആവുന്നത്. ഇപ്പൊ തിരിച്ച് ഭാര്യയ്ക്ക് സ്ഥാനം കൈമാറിക്കൊണ്ട് മാറുകയാണ്. അല്ല, ഞാൻ ബ്ലോക്കിലേക്കൂടെ മത്സരിക്കുന്നുണ്ട്. അത് ഈ വാർഡ് ഉൾപ്പെടുന്ന ഡിവിഷനിൽ തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ മെമ്പറായാൽ സഹായിക്കാൻ പറ്റുമെന്നുള്ള പരിപൂർണമായ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് വൈഫ് തന്നെ. എങ്ങനെയുണ്ട് നിഖില് ഇറങ്ങി ഒരു 5 വർഷം വാർഡിനകത്ത് നിന്നാണ്, വാർഡ് മെമ്പറാണ്. എങ്ങനെയുണ്ട് ഒരു പ്രതികരണമൊക്കെ? എങ്ങനെ? എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പിന്തുണയാണ് തരുന്നത്. മാനസികമായിട്ടായാലും സാമ്പത്തികമായിട്ടായാലും വലിയ പിന്തുണ എല്ലാ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി ആൾക്കാരുടെ തിക്കും തിരക്കുമാണ്. എങ്ങനെയാണ് ഭാര്യ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനമെടുത്തപ്പോൾ പാർട്ടി നേതൃത്വത്തിന്റെ പൂർണ്ണ സമ്മതം ഉണ്ടായതാണോ? വാർഡ് കമ്മിറ്റിയുടെ പരിപൂർണമായ പിന്തുണ. വാർഡ് കമ്മിറ്റി മുന്നോട്ട് വെച്ച ഒറ്റ പേര് വൈഫിന്റെ പേരാണ്. വൈഫ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രചരണ രംഗത്ത് പോലും സജീവമാകൂ എന്നുള്ള ഭീഷണി വരെ പ്രവർത്തകർ മുടക്കിയിരുന്നു. ഒടുവിൽ വഴങ്ങി കൊടുക്കേണ്ടി വന്നു. ഒടുവിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾക്കും വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ചാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ പൊതുവെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചുള്ള പരാതി, വിദ്യാഭ്യാസത്തിൽ വലിയ പ്രശ്നമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു യുവതലമുറ വിദ്യാഭ്യാസത്തിൽ കൂടി വളരെ മുന്നോട്ട് വരുന്നൊരു തലമുറയാണ്. എന്നുവെച്ചാൽ നമ്മൾ ഒന്നി തന്നെ ഒതുങ്ങാതെ കൂടെ പഠിക്കുകയും ഒരു ജോലിയും, അതിനിടയിൽ നമുക്ക് ജനങ്ങൾക്കിടയിൽ എന്ന് വെച്ചാൽ അതൊരു വലിയൊരു ഉയർന്നൊരു ഇതാണല്ലോ. നമ്മളല്ലാതെ ഒരു ജോലി വാങ്ങിച്ച് ഒരു സ്ഥാനത്തേക്ക് മാറ്റി ഒതുങ്ങുന്നതിനേക്കാൾ ഉപരി ആൾക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ ഒരാളായിട്ട് മാറാൻ കിട്ടുന്ന ഒരു അവസരം. തനി രാഷ്ട്രീയക്കാരെ മാറി. അത് നമ്മുടെ കൂടെ അല്ലേ. അപ്പം പൂമ്പിടിയേറ്റിടക്കം കല്ലിനുണ്ടാവും സൗരഭ്യം. തീർച്ചയായിട്ടും. ഞാനിപ്പോ ഒരു കുറെ സ്ഥലങ്ങളിൽ ചെന്നു. പക്ഷെ ആദ്യമായിട്ടാണ് ഈ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച്, അത് 2 സ്ഥാനാർത്ഥികൾ മാത്രമായി ഇത്തരത്തിലൊരു പ്രചരണത്തിലേക്ക് എത്തുന്നത്, ഭാര്യയും പാർട്ടിക്കാരെ കൂട്ടാതെ. എല്ലാവർക്കും അതൊരു മാതൃകയാവട്ടെ. എന്തായാലും രണ്ടുപേർക്കും വിജയം ആശംസകൾ നേരുന്നു. ഒപ്പം തുടർന്ന് ഇവരുടെ യാത്ര അത് നമുക്ക് വഴിയെ കാണാം. എന്താണ് ഇവരുടെ പ്രതീക്ഷകൾ, അല്ലെങ്കിൽ ഇവരുടെ വിജയം എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ വഴിയെ കാണാം. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24.